ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കുറിച്ച് സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളുള്ളത്. ലോകത്തെ അമേരിക്ക മുതലുള്ള എല്ലാ രാജ്യങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള എണ്ണത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നുവെച്ചാൽ ആ രാജ്യത്തെ ഗവൺമെൻറ് റെപ്രസെൻ്റ് ചെയ്യുന്ന നമുക്ക് കോർപ്പറേഷൻസ് എന്നോ അല്ലെങ്കിൽ ബിസിനസ് കമ്പനികൾ എന്നൊക്കെ തന്നെ നമുക്ക് പറയാൻ പറ്റും. അമേരിക്കയിലും അമേരിക്കയുടെ ഗവൺമെൻറ് നടത്തുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന ഒത്തിരി ഒത്തിരി ഇല്ലെങ്കിൽ ഇവിടെ പറയുന്ന വിക്കിപീഡിയ അനുസരിച്ച് നമുക്കറിയാൻ സാധിക്കുന്നത് 27 ടോട്ടൽ ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും ഉണ്ടെന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള പല മേഖലകളിലായിട്ട്. ഇപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അമേരിക്കയിലെ പൊതുമേഖലാ സ്ഥാപനത്തെക്കുറിച്ചുള്ള ടോപ്പിക്കല്ല ഇത്. എന്നാലും അതിന് നമ്മുടെ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ലോകത്തെല്ലാ രാജ്യത്തും പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നുവെച്ചാൽ എല്ലാ രാജ്യത്തുള്ള ഗവൺമെൻറ്റുകളും നിയന്ത്രിക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ ബിസിനസ് ഉണ്ട്, കോർപ്പറേഷൻസ് ഉണ്ട് എന്ന് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതേ. ഇനി നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നമ്മുടെ കേന്ദ്ര സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വീണ്ടും ഗവൺമെൻറ് ചില പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഹരി വിഹിതം വെട്ടിക്കുറയ്ക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഏകദേശം അര ഡസൻ എന്ന് പറയുമ്പം 6ഓളം വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഗവൺമെൻറ് ഷെയറുകൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ പൊതുമേഖലാ സ്ഥാപനത്തിലുള്ള ഷെയറുകൾ കുറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ആ ഓഹരികൾ വിറ്റഴിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വാങ്ങിക്കുന്നത് സ്വകാര്യ മേഖലയിലുള്ള ഏതെങ്കിലുമൊക്കെ തന്നെ ആൾക്കാരോ കമ്പനികളോ ഒക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ വർഷം 47,000 കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിക്കാനാണ് ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ സാമ്പത്തിക വർഷമാണ്, അത് ഈ 2026 മാർച്ചിനകം 47,000 കോടി രൂപയുടെ ഓഹരികൾ കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും വിറ്റ് കാശാക്കാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ രാജ്യത്തെ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് മിനിസ്ട്രി ഉണ്ട്, മിനിസ്ട്രി ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. പണ്ട് വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണെന്ന് തോന്നുന്നു എനിക്ക് അത് തുടങ്ങിയെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് ഓഹരികൾ വിറ്റഴിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ടുണ്ടെങ്കിൽ എന്നുവെച്ചാൽ നമ്മുടെ രാജ്യം സ്വകാര്യവൽക്കരണത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ തുടങ്ങി. അതിനുശേഷം തീർച്ചയായിട്ടും രാജ്യത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള അരുണിഷ് ചാവ്ലെ പറഞ്ഞതായിട്ടാണ് ഒരു TV ചാനൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LIC, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വലിയൊരു നമുക്ക് പറയാൻ പറ്റുന്ന ഭീമാകാരമായിട്ടുള്ളൊരു പബ്ലിക് സെക്ടർ യൂണിറ്റാണ് LIC എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ LICയുടെ ഒക്കെ ഓഹരി നേരത്തെ തന്നെ വിറ്റഴിച്ചിട്ടുണ്ട്, കുറേ വളരെ ചെറിയ ശതമാനം. അത് വീണ്ടും തീർച്ചയായിട്ടും കുറേ കൂടെയൊക്കെ അതിൻ്റെ ഓഹരികൾ വിറ്റഴിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഒരുങ്ങുകയാണ് എന്നുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ തുടങ്ങിയ ചില സ്ഥാപനങ്ങളിൽ 6ഓളം വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ്. ONGCയും അതുപോലെ തന്നെ ONGC ഗ്രീൻ എനർജി അവർ IPO ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് നടത്താൻ പോകുന്നു ഈ സാമ്പത്തിക വർഷം. ഈ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ടൊരു പൊതുമേഖലാ സ്ഥാപനമാണല്ലോ ONGC എന്ന് പറയുന്നത്. ONGC ഗ്രീൻ അവരുടെ പ്രാഥമിക ഓഹരി വിൽപ്പന നടത്താൻ സാധ്യതയുണ്ടെന്നും ഉള്ള സൂചന ലഭിക്കുന്നുണ്ട്. ONGC ഗ്രീൻ എനർജി, NHPC റിന്യൂവബിൾ എനർജി എന്നിവയുടെ IPO പറഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, പ്രാഥമിക ഓഹരി വിൽപ്പന എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു കമ്പനി കോർപ്പറേഷൻ അവർ ആദ്യമായിട്ട് ഓഹരി വിറ്റഴിക്കുന്ന ആ ഒരു സംവിധാനത്തിന് അല്ലെങ്കിൽ പ്രക്രിയയാണ് IPO എന്ന് പറയുന്നത്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പനികളുടെയൊക്കെ തന്നെ IPO ഈ വർഷം തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വാർത്തകളിൽ നിന്ന് ലഭിക്കുന്ന സൂചന എന്നാണ്. നിയമമനുസരിച്ച് LICയുടെ ഓഹരി പങ്കാളിത്തം സർക്കാരിന് കുറയ്ക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ മറ്റു ചില പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ചെറിയ ശതമാനം, അതായത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഉള്ള ഷെയറിൻ്റെ ഒരു ചെറിയ വിഹിതം വിറ്റഴിച്ച് കാശാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. ഇൻഷുറൻസ്, പ്രതിരോധ കമ്പനികൾ
ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ പി എസ് യുസ് എന്ന് പറയും. സ്റ്റേറ്റ് പി എസ് യു വേറെ ഉണ്ട്. എന്നുവെച്ചാൽ സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി പോലുള്ളതൊക്കെ നമ്മുടെ സ്റ്റേറ്റ് പി എസ് യുസ് ആണ്. കേരള സ്റ്റേറ്റ് പി എസ് യു എന്ന് പറയാം. പി എസ് യുവിന് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് അണ്ടർടേക്കിങ്സ് എന്ന് പറയും. പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആണ് പൊതുവെ. അപ്പോൾ ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള ഇൻഷുറൻസ് കമ്പനികൾ, പ്രതിരോധ കമ്പനികൾ, ഈ പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് കൂടുതൽ ഓഹരികൾ വരും കാലങ്ങളിൽ വിറ്റഴിക്കാൻ സാധ്യതയുണ്ട് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വർഷം 47,000 കോടി രൂപയുടെ ഓഹരികൾ വിറ്റ് സമാഹരിക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. ഈ വർഷം അവസാനത്തോടെ IDBI ബാങ്ക് ഓഹരിയുടെ വിറ്റഴിക്കൽ പൂർണ്ണമാകും എന്നാണ് ഈ പറഞ്ഞ വ്യക്തി, നമ്മൾ നേരത്തെ പറഞ്ഞ വ്യക്തി ആരാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റ് സെക്രട്ടറിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ എന്താണ് പറയുന്നത്, ഒരു അതോറിറ്റി എന്ന് നമുക്ക് അതിനെ കണക്കിലെടുക്കാം തീർച്ചയായിട്ടും. അപ്പോൾ അതൊരു ക്രെഡിബിളായിട്ടുള്ള വാർത്തയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ചില പൊതുമേഖലാ ബാങ്കുകളുടെ ലയനം മേർജർ, രണ്ട് ബാങ്കുകൾ തമ്മിലുള്ള, അല്ലെങ്കിൽ ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിൽ ലയിപ്പിക്കുന്ന പ്രക്രിയ. അപ്പം അങ്ങനെ ചില പൊതുമേഖലാ ബാങ്കുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലയിപ്പിക്കുന്ന ഒരു പ്രക്രിയ ഈ വർഷം, സാമ്പത്തിക വർഷം നടക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ തന്നെ നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന താരിഫ് യുദ്ധം അമേരിക്കയുടെ ഭാഗത്തുനിന്നും, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പൊതുവെ ഇപ്പോൾ ഗ്ലോബലി അത്ര സുഖകരമായിട്ടുള്ള അവസ്ഥയൊന്നുമല്ല ഗ്ലോബൽ ഇക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആഭ്യന്തരമായിട്ടുള്ള മാറ്റങ്ങളും റിഫോംസ്, പരിഷ്കാരങ്ങളും ഒക്കെ തന്നെ വരുത്തുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം നമുക്ക് വിദേശ രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കുക, നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് വിദേശ രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കുക എന്നുള്ളതല്ലോ നമ്മുടെ സാമ്പത്തിക നയം. നമുക്ക് ആഭ്യന്തരമായിട്ടുള്ള പരിഷ്കാരങ്ങളും റിഫോംസും അതുപോലെ തന്നെ റീകൺസ്ട്രക്ഷനും ഇല്ലേ ഒക്കെ തന്നെ നമുക്ക് ഏതൊരു കാലത്തുള്ള ഗവൺമെൻറ്റിനും കൈക്കൊള്ളേണ്ട ചില നടപടിക്രമങ്ങളാണ്. അപ്പോൾ ഇതാണ് GSTയിലുള്ള മാറ്റം, ഇൻകം ടാക്സിലുള്ള മാറ്റം, ഇപ്പോൾ ഈ പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായിട്ടുള്ള ഓഹരി വിറ്റഴിക്കൽ, ഇതൊക്കെ തന്നെ ഇന്ത്യ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന താരിഫ് യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പശ്ചാത്തലത്തിൽ നമ്മുടെ ആഭ്യന്തര സാമ്പത്തിക രംഗത്ത് ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ബാങ്കിങ് രംഗത്തും ബാങ്കിങ് സെക്ടറിലും ഒക്കെ തന്നെ ഇതിൻ്റെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. 2020 നേരത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ ലയനം നടന്നത്. അന്ന് പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 27 നിന്ന് 12 കുറച്ചിരുന്നു. ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം അനിവാര്യമാണ്, മാറ്റം അത്യാവശ്യമാണ്, മാറുന്ന സാഹചര്യങ്ങളനുസരിച്ച്. കാരണം നമുക്കറിയാം ആഭ്യന്തരമായിട്ടും ബാഹ്യമായിട്ടും ഒക്കെ തന്നെ മാറ്റങ്ങൾ എപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് ബാഹ്യമായിട്ടുള്ള മാറ്റങ്ങളെ നമുക്ക് മുന്നേ കൂട്ടി അറിയാനോ അല്ലെങ്കിൽ സ്വാധീനിക്കാനോ നമുക്ക് എപ്പോഴും കഴിഞ്ഞെന്ന് വരത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ബാഹ്യമായിട്ടുള്ള, എന്നുവെച്ചാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന ബാഹ്യ ശക്തികളിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് ആഭ്യന്തരമായിട്ട് അതിനെ ഫൈൻ ട്യൂൺ ചെയ്യുക. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇക്കണോമിക് റിഫോംസ് ബാങ്കിങ് സെക്ടറിലും ഫൈനാൻഷ്യൽ സെക്ടറിലും ടാക്സേഷൻ ആയിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്ത് റിഫോംസ്, പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ എന്താണ് പറയുന്നത്, ഒരു ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ 27 നിന്ന് 12 ആക്കി കുറച്ചിരുന്നു ഈ ലയനത്തിന് ശേഷം. അത് ബാങ്കുകളുടെ പ്രവർത്തനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ വേണ്ടിയും അത് റിസൾട്ടിൽ കൂടെ നമുക്കത് അറിയാനും സാധിക്കും തീർച്ചയായിട്ടും. കഴിഞ്ഞ കുറേ അടുത്ത കാലത്തായിട്ട് അല്ലെങ്കിൽ സമീപകാലത്തൊക്കെ തന്നെ പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തിന് ശേഷം പൊതുമേഖലാ ബാങ്കുകളുടെ വരുമാനം ഒക്കെ തന്നെ വളരെയധികം ഉയർന്നിട്ടുണ്ട്, വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അത് ഈ ലയനത്തിന് ശേഷമാണ്. ലയനത്തിന് ശേഷം ബാങ്കുകളുടെ എണ്ണം കുറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ മെച്ചപ്പെട്ട ബാങ്കുകളിലേക്ക് മെച്ചമല്ലാത്ത ബാങ്കുകൾ ലയിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം വളരെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ
മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി ടേക്ക് ഓവർ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തിലെ കമ്പനിയുടെ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള അതിൻ്റെ പൊതുവെയുള്ള പെർഫോമൻസ് എല്ലാം ഒരു മാറ്റത്തിന് വിധേയമാകും. അതുപോലെ തന്നെയുള്ളൂ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗോളതലത്തിൽ നമുക്ക് മറ്റ് രാജ്യത്തെ പ്രത്യേകിച്ച് അമേരിക്ക, ചൈന, ജപ്പാൻ ഇതുപോലുള്ള രാജ്യങ്ങളിലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്കുകൾ, നമ്മൾ കേൾക്കാറുള്ള പ്രധാനപ്പെട്ട ബാങ്കുകൾ ആഗോളതലത്തിൽ ഈ പറഞ്ഞ ബാങ്കുകളുമായിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള മത്സരക്ഷമതയുള്ള കോമ്പറ്ററ്റീവായിട്ടുള്ള വളരെ എഫിഷ്യൻ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന തരത്തിലുള്ള കൂടുതൽ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ ഉള്ള ബാങ്കുകളെ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലയനത്തിനായിട്ട് കേന്ദ്രം ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. അത് കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും. എന്നാലും തീർച്ചയായിട്ടും ഇപ്പോഴും നമ്മൾ ഇന്ത്യ തന്നെയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നമുക്കറിയാം. അനുകൂലമല്ലാത്ത പ്രതികൂലമായിട്ടുള്ള ഒത്തിരി സാഹചര്യങ്ങൾ, അവസ്ഥകളൊക്കെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അത് ബാങ്കിങ് സെക്ടറായാലും ഇൻഷുറൻസ് സെക്ടറായാലും ശരി, മറ്റേത് സെക്ടറിലുള്ള പൊതുമേഖലാ സ്ഥാപനമായാലും ശരി, ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട് അല്ലെങ്കിൽ പൊതുമേഖലയിലായതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും ബാങ്കിങ്, ഫൈനാൻസ്, ഇൻഷുറൻസ് സെക്ടറിലുള്ള കമ്പനികൾക്ക്, ബാങ്കുകൾക്ക്, ഇൻഷുറൻസ് കമ്പനികൾക്ക് ഒന്നും തീർച്ചയായിട്ടും അത്രയ്ക്ക് മോശമായിട്ടുള്ള കാര്യക്ഷമമല്ലാത്ത രീതിയിലുള്ള പ്രകടനം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലോ ഇപ്പോഴത്തെ ലോകത്തിൽ അത് സാധ്യമല്ല. കാരണം നമ്മൾ ഒത്തിരി പുറമോട്ട് പോകാൻ അത് നമ്മളെ മാത്രമേ അത് ഉപകരിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ബാങ്കുകളെ കൂടുതൽ കോമ്പറ്ററ്റീവ് ആക്കുക, ആഗോളതലത്തിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന പെർഫോമൻസ് ഉള്ള ബാങ്കുകളാക്കി മാറ്റിയെടുക്കുക എന്ന ഉദ്ദേശത്തോടാണ് ഒത്തിരിയുള്ള ബാങ്കുകൾ, വളരെയധികം ഉണ്ടായിരുന്ന ബാങ്കുകളിൽ വളരെ മോശം പ്രകടനം കാഴ്ച വെച്ചിട്ടുള്ള ബാങ്കുകളെ മെച്ചപ്പെട്ട ബാങ്കുകളിലേക്ക് ലയിപ്പിച്ച് ഈ ലയനം കൂടുതൽ സാധ്യമാക്കിയത് ഈ പറഞ്ഞ കാര്യക്ഷമതയുള്ള, മത്സരക്ഷമതയുള്ള ബാങ്കുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടാണ്. നമ്മുടെ ഇന്ത്യയിലെ ബാങ്കിങ് സെക്ടറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആഗോളതലത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ബാങ്ക് ഇതുപോലുള്ള വളരെ ചുരുക്കം ബാങ്കുകൾ മാത്രമാണ് ലോകത്തിലെ 100 വായ്പാ ദാതാക്കളിൽ എന്ന് പറഞ്ഞാൽ ലോൺ കൊടുക്കുന്ന മെച്ചപ്പെട്ട മികച്ച ബാങ്കുകൾ, ലോകത്തിലെ 100 ബാങ്കിൻ്റെ ലിസ്റ്റിൽ ഈ പറഞ്ഞ 2 ബാങ്കുകൾ മാത്രമാണുള്ളത്. അപ്പോൾ കൂടുതൽ വായ്പകൾ നൽകാൻ ശേഷിയുള്ള ബാങ്കുകളെ സൃഷ്ടിച്ചെടുക്കുക അല്ലെങ്കിൽ പ്രാപ്തമാക്കുക എന്നാണ് കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുക്കണമെങ്കിൽ ബാങ്കും അതുപോലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ തന്നെ മാറുന്ന ലോകത്തിനനുസരിച്ച് ആഗോളതലത്തിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ബാങ്കുകൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെയും പെർഫോം ചെയ്താൽ മാത്രമേ നമുക്ക് ആഗോളതലത്തിൽ ഇന്ത്യൻ എക്കോണമിക്കും തന്നെ ഒരു കോമ്പറ്ററ്റീവായിട്ട് നമുക്ക് തുടരാനും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. കാരണം ഒരു എക്കോണമിയുടെ ബാക്ക് ബോണാണ് ബാങ്കിങ് സെക്ടറും ഇൻഷുറൻസ്, ഫിനാൻഷ്യൽ സെക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എക്കോണമിയുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത ഈ പറഞ്ഞൊരു ബാങ്കിങ്, ഫിനാൻഷ്യൽ, ഇൻഷുറൻസ് സെക്ടറിൻ്റെ കാര്യക്ഷമതയെ കൂടെ ആശ്രയിച്ചിരിക്കുന്നതാണ്. എല്ലാ സമസ്ത ബാങ്കിങ് സെക്ടറിലെ മൊത്തം കാര്യങ്ങൾ നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ബാങ്കുകൾ മോശമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ബാങ്കുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഇക്കോണമിയും വളരെ മോശം തന്നെ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ബാങ്കുകളെ മെച്ചപ്പെടുത്തുക, ബാങ്കിങ് സെക്ടറിനെ, ഇൻഷുറൻസ് സെക്ടറിനെയൊക്കെ തന്നെ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്ടറിനെയൊക്കെ തന്നെ മെച്ചപ്പെടുത്തുക. ഫിനാൻഷ്യൽ സെക്ടർ എന്ന് പറയുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, ബാങ്കിങ് ലോസ്, ഫിനാൻഷ്യൽ ടാക്സേഷൻ ലോസ്, ഇതൊക്കെ വളരെ മെച്ചപ്പെടുത്തിയെടുക്കുക, കാര്യക്ഷമമാക്കിയെടുക്കുക, മത്സരക്ഷമതയുള്ളതാക്കിയെടുക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുമായിട്ട്, പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായിട്ട് നമുക്ക് ഇപ്പോഴും കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിൽ തന്നെയും ഭാവിയിൽ നമുക്ക് അവരോടൊപ്പം എത്തിച്ചേരാനുള്ള ഒരവസരം അല്ലെങ്കിൽ റിഫോം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്നാണ് കേന്ദ്രം പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം
പിന്നെ പൂർണ്ണമായിട്ടും ഇത് സാധിച്ചെടുക്കും. അതിന് എത്ര കാലയളവ് വേണ്ടി വരും എന്നുള്ളത് നമുക്കറിയത്തില്ല. ബിക്കോസ് ഇപ്പോഴും നമ്മളെ ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയിലെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇവിടുത്തെ എല്ലാ മാറ്റങ്ങളും, പല മാറ്റങ്ങൾ ദ്രുതഗതിയിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഒത്തിരി മേഖലകൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോഴും ഒരു സ്ലോ പേസിലാണ്, വളരെ മെല്ലപ്പോക്കിലാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും. അത് നമുക്ക് നമ്മുടെ സാമ്പത്തിക ശക്തിയായിട്ട് നമ്മളെ വളർത്തിയെടുക്കുവാൻ അത് സഹായിക്കുന്ന ഘടകങ്ങളല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും റിഫോംസ്, പരിഷ്കാരങ്ങൾ, മാറ്റങ്ങൾ ഒക്കെ തന്നെ വളരെ അത്യാവശ്യമാണ്. അത് കോൺസ്റ്റൻ്റായിട്ട്, സ്ഥിരമായിട്ട്, തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു പക്ഷേ ആവശ്യകത നമ്മളിപ്പോൾ ഇന്ത്യ നേരിടുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളെ വളരെ കൃത്യമായിട്ടുള്ള വീക്ഷണമുള്ളൊരു ഗവൺമെൻറ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട മെച്ചപ്പെട്ട റിഫോംസ്, പരിഷ്കാരങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാലഘട്ടമാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമുക്കറിയാം, 91 നമ്മൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ഒക്കെ തുടങ്ങിയതിന് ശേഷം ഗ്രാജുവലായിട്ട് അതാത് കാലത്ത് നിലനിന്നിരുന്ന ഗവൺമെൻറ്റുകളെല്ലാം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രാതിനിധ്യം കുറച്ചുകൊണ്ട് വരികയാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ആ വാജ്പേയിയുടെ സമയം മുതലൊക്കെ തന്നെ. അന്നാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് മിനിസ്ട്രി, ഇതിനു വേണ്ടി ഒരു പ്രത്യേക മിനിസ്ട്രി ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്തതും. അതിനുശേഷം ഈ പറഞ്ഞ മെച്ചപ്പെട്ട പ്രകടനങ്ങൾ കാഴ്ചവെക്കാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളെ പതുക്കെ 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 വിറ്റഴിച്ച് സ്വകാര്യവൽക്കരിക്കുകയോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളുമായിട്ട് മെർജ് ചെയ്ത് ലയിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ, പ്രത്യേകിച്ച് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ തന്നെ മോഡി വന്നതിന് ശേഷം ഇങ്ങനെയുള്ള പ്രോസസ്സിനൊക്കെ ഒരു സ്പീഡും കൂടിയിട്ടുണ്ട് തീർച്ചയായിട്ടും. പറഞ്ഞാലും LICയുടെ വരെ ഓഹരികൾ വിറ്റഴിക്കുവാൻ തുടങ്ങി. അത് തീർച്ചയായിട്ടും നമുക്കറിയാം, LIC ഇന്ത്യൻ എക്കോണമിയിൽ പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതത്തിൽ വഹിക്കുന്ന പങ്കുകൾ എത്രത്തോളമാണെന്ന്. അതുപോലെ തന്നെ ഭയങ്കര ഭയങ്കര ആസ്തിയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് തീർച്ചയായിട്ടും LIC എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും മെച്ചപ്പെട്ട സാമ്പത്തിക മേഖലയിൽ മെച്ചപ്പെട്ട രീതിയിലുള്ള സർവീസുകളൊക്കെ തന്നെ ജനങ്ങൾക്ക് ലഭിക്കത്തക്ക രീതിയിൽ ബാങ്കുകൾക്ക് എന്ന് പറഞ്ഞാൽ വ്യവസായ മേഖലയ്ക്കും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ തന്നെ ലോണുകൾ കൊടുക്കുക, അങ്ങനെ കൃത്യമായിട്ടുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നൊക്കെയുള്ളത് ബാങ്കുകളുടെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ തന്നെ ഉത്തരവാദിത്തങ്ങളാണ്. അപ്പം അത് നമ്മൾ മാറി വരുന്ന സാഹചര്യത്തിൽ, വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ ഇക്കണോമിക് റിക്വയർമെൻറ്റ്സിനെ മീറ്റ് ചെയ്യാൻ ഈ ബ്യൂറോക്രസിയുടെ അല്ലെങ്കിൽ അതുപോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പൊതുവെ ഉണ്ടാകുന്ന ഒരു ഇൻഎഫിഷ്യൻസി ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ഈ പറഞ്ഞ ബാങ്കുകളെയൊക്കെ ലിബറേറ്റ് ചെയ്ത് പുറത്തു കൊണ്ടുവന്ന് വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനൊരു പിന്നെ ഈ പിന്നെ അതിലും വേറെ നമുക്ക് ക്രിട്ടിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓഹരി വിറ്റഴിക്കലിൽ കൂടെ 47,000 കോടി രൂപയുടെ റവന്യൂ ഗവൺമെൻറ് കിട്ടും. അത് ഗവൺമെൻറ്റിന് റവന്യൂ ഉണ്ടാക്കാനുള്ളൊരു മാർഗം കൂടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും വലിയ പരിക്കുകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതുപോലുള്ള ഓഹരി വിറ്റഴിക്കലൊക്കെ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ, അവരുടെ ബജറ്റ് കമ്മിയൊക്കെ നികത്താനൊക്കെ തന്നെ അതിൽ കൂടെ അവർക്ക് സാധിക്കും എന്നുള്ളൊരു വശം കൂടെ അതിനുണ്ട്. അതിനപ്പുറം തീർച്ചയായിട്ടും നമുക്കിതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ റിഫോമിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടി ഈ സ്ഥാപനങ്ങളെ കൂടുതൽ അത് സഹായിക്കുമെങ്കിൽ അത് ഒരു വെൽക്കം ആയിട്ടുള്ളൊരു പോളിസി ഷിഫ്റ്റാണ് അല്ലെങ്കിൽ പോളിസിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചില ഇൻഫർമേഷൻ. അപ്പോൾ മറ്റൊരു ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. ടിൽ ദെൻ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.